18 വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവർ ജോലിക്ക് വേണ്ടി സൗദിയിലെത്തിയ അബ്ദുറഹീം 28 ദിവസം ജോലി കഴിഞ്ഞപ്പോഴാണ് റഹീമിനൊരിക്കലും തൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ആ സംഭവം ഉണ്ടായത്. ഡ്രൈവറായ അബ്ദുറഹീം ചലനശേഷിയില്ലാത്ത 15 വയസ്സുകാരനായ അനസ് അൽ അഹ്രി എന്ന കുട്ടിയുമായി കാറിൽ പോകുമ്പോഴാണ് കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ശ്വസനയന്ത്രം അബദ്ധത്തിൽ റഹീമിൻ്റെ കൈ തട്ടി നീങ്ങുകയും അക്കാരണത്താൽ കുട്ടി ശ്വാസം ലഭിക്കാതെ മരിക്കുകയും ചെയ്തത്. ശക്തമായ നിയമവ്യവസ്ഥയുള്ള സൗദിയിൽ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് 34 കോടി രൂപ ദിയാപണം നൽകിയാണ് അബ്ദുറഹീമിൻ്റെ വധശിക്ഷ കേരള സമൂഹം ഒന്നടങ്കം പ്രയത്നിച്ച് നീക്കം ചെയ്തത്. അത് അബ്ദുറഹീമിൻ്റെ മാതാവായ പാത്തുമ്മ ഉമ്മയുടെ നിരന്തരമായുള്ള പ്രാർത്ഥനയുടെ ഫലവുമാണ്. എന്നാൽ സൗദിയിൽ അബ്ദുറഹീമിന് സംഭവിച്ചതുപോലെയുള്ള സമാന കാര്യം തന്നെയാണ് അബുദാബിയിൽ ഷഹസാദി എന്ന് പറയുന്ന UP സ്വദേശിയായ 33 വയസ്സുകാരിക്കും സംഭവിച്ചത്. ഉത്തർപ്രദേശ് ഗൊയ്റ മുഗളായി ബാന്ദ സ്വദേശിയാണ് ഷഹസാദി. 2021 ഇവർ അബുദാബിയിലെത്തിയത്. നാട്ടിൽ ഉസൈർ എന്നയാളുമായി പരിചയത്തിലായ ഇവരെ ഇയാൾ ആഗ്ര സ്വദേശികളായ ദമ്പതികൾക്ക് വിളിക്കുകയായിരുന്നു. ഈ ദമ്പതികളാണ് ഷഹസാദിയെ അബുദാബിയിലെത്തിച്ച് അവരുടെ വീട്ടുജോലിക്കാരിയാക്കിയത്. മുഖത്തെ പരുക്കുകൾ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്നും മികച്ച ഭാവി ജീവിതം സാധ്യമാകുമെന്നും ഇയാൾ ഷഹസാദിക്ക് ഉറപ്പ് നൽകിയതോടുകൂടിയാണ് ഉസൈർ എന്ന് പറയുന്ന വ്യക്തിയുമായുള്ള ബന്ധം തുടർന്ന് അബുദാബിയിലേക്ക് ജോലിക്കായി പോകുവാൻ ഷഹസാദി തീരുമാനിച്ചത്. ഇത്തരം മോഹന വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാണ് ഷഹസാദി ആഗ്രയിലേക്ക് എത്തിയതും തുടർന്ന് 2021 നവംബറിൽ അബുദാബി എത്തിയതും. അബുദാബിയിലെത്തിയ ഷഹസാദിയെ ഉസൈർ തൻ്റെ ബന്ധുക്കളായ ഫൈസ് നദിയ എന്നീ ദമ്പതികൾക്ക് കൈമാറി. ഇതിനിടെയാണ് ദമ്പതികളുടെ കുട്ടി മരിച്ചത്. ഇതിന് കാരണം ഷഹസാദിയാണെന്ന് കുടുംബം ആരോപിക്കുകയും എന്നാൽ ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് ഷഹസാദിയും പിതാവും വാദിച്ചത്. ഇന്ത്യൻ ദമ്പതികളായ ഫൈസ് നദിയ ദമ്പതികളുടെ മകനെ നോക്കാനായിരുന്നു ഷഹസാദിയെ ഇവർ അബുദാബിയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ കുട്ടിയുടെ മരണത്തെ തുടർന്ന് ഷഹസാദിയുടെ ജീവിതം പ്രതിസന്ധിയിലായി. കുട്ടി മരണപ്പെടാൻ കാരണം ഷഹസാദിയാണെന്ന് ദമ്പതികൾ നൽകിയ പരാതിയിൽ 2023 ഷഹസാദിയെ വധശിക്ഷയ്ക്ക് അബുദാബി കോടതി വിധിക്കുന്നത്. കോടതി വിധിക്ക് പിന്നാലെ ഷഹസാദിയുടെ പിതാവ് ഷബ്ബീർ ഖാൻ ജില്ലാ ഭരണകൂടത്തെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ട് തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. എന്നാൽ നിയമവിരുദ്ധമായി ഷഹസാദിയെ മനുഷ്യക്കടത്ത് നടത്തിയ ദമ്പതികൾക്കും ഉസൈറിനും നേരെ ഉത്തർപ്രദേശ് ബാന്ദ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇവരിപ്പോൾ വിദേശത്താണുള്ളത്. ഈ ഇടയിലാണ് ഷഹസാദിയുടെ വിഷമം സഹിച്ചിരിക്കുന്ന കുടുംബത്തിലേക്കൊരു കോൾ വരുന്നത്. ഇതെൻ്റെ അവസാന കോളായിരിക്കാം, വൈകാതെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് അധികൃതർ പറഞ്ഞുവെന്നും കഴിയുമെങ്കിൽ എന്നെ രക്ഷിക്കൂ ഉപ്പ എന്നുമാണ് ഷഹസാദി വേദനയോടുകൂടി പറഞ്ഞത്. 24 മണിക്കൂറിനിടെ ഷഹസാദിയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് മനസ്സിലാക്കിയ ജയിൽ ഭരണാധികാരികൾ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഷഹസാദി തൻ്റെ കുടുംബത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞതും തുടർന്ന് വീട്ടിലേക്ക് വിളിച്ച് തൻ്റെ വേദന പങ്കുവച്ചതും ഇതെൻ്റെ അവസാന കോളായിരിക്കുമെന്നും ഇനിയൊരിക്കലും ഉമ്മയും ഉപ്പയുമായി സംസാരിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിക്കില്ല എന്നും ഷഹസാദി എന്ന 33 വയസ്സുകാരി വേദനയോടുകൂടി തൻ്റെ കുടുംബത്തോട് പറഞ്ഞത്. പിന്നീടാണ് ഇന്ത്യൻ എംബസിയുടെ ഇടപെടലിൽ ഷഹസാദിയുടെ കേസ് പുനർപരിശോധന നടത്തണമെന്നുള്ള ഹർജി നൽകിയത്. ഇത് പരിഗണനയിലാണ്. ഷഹസാദിക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗം അവസാന നിമിഷം തിരിഞ്ഞു വന്നു എന്ന് തന്നെ പറയാം. തീർച്ചയായും ചിലപ്പോൾ ഷഹസാദിയുടെ നിരപരാധിത്വം അറിയുന്ന ഏകനായ രക്ഷിതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് ഇത്. താനൊരിക്കലും ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഷഹസാദിയും ഷഹസാദിയുടെ കുടുംബവും. ജീവിതത്തിൽ വളരെയേറെ കഷ്ടത അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് ഷഹസാദി. വൃദ്ധരായ തൻ്റെ മാതാപിതാക്കളും ഷഹസാദിയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ആകെയുള്ള ആശ്രയവും ഷഹസാദിയാണ്. ഉത്തർപ്രദേശിലെ ബാന്ദ എന്ന പ്രദേശത്തെ ഒരു ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഷഹസാദിക്ക് ഉസൈർ എന്ന് പറയുന്ന വ്യക്തിയുമായി സമൂഹ മാധ്യമത്തിലൂടെ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു ഷഹസാദിയുടെ മുഖത്ത് ചെറുപ്പത്തിൽ പറ്റിയ പരിക്കുകൾ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നും നിനക്ക് മികച്ച ഭാവി ഞാൻ മുന്നിൽ കാണുന്നുണ്ട് എന്നൊക്കെയുള്ള
മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ഈ പെൺകുട്ടിയെ അബുദാബിയിലേക്ക് പോകുവാൻ ഉസൈർ എന്ന് പറയുന്ന വ്യക്തി പ്രേരിപ്പിച്ചത്. അപ്പോഴെല്ലാം ഇയാളുടെ വാക്കിൽ യാതൊരുവിധ കള്ളത്തരങ്ങളും ഷഹസാദിക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. അതിനുശേഷം ആഗ്ര സ്വദേശിയായ ഉസൈറിൻ്റെ അടുത്തേക്ക് തൻ്റെ ഗ്രാമത്തിൽ നിന്നും ഷഹസാദി പുറപ്പെട്ടു പോകുകയായിരുന്നു. അവിടെ നിന്നാണ് ഇവർ അബുദാബിയിലേക്ക് എത്തുന്നത്. അബുദാബിയിലെത്തിയപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെടുകയാണ് എന്നുള്ള സത്യം ഷഹസാദി മനസ്സിലാക്കിയത്. ഉസൈറിൻ്റെ കുടുംബമായ ഫൈസ് നദിയ ദമ്പതികളുടെ വീട്ടിൽ ഒരു അടിമയെപ്പോലെ പണിയെടുക്കേണ്ട അവസ്ഥയാണ് ഷഹസാദിക്ക് അബുദാബിയിൽ നേരിടേണ്ടി വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യൻ ദമ്പതികളായ ഫൈസ് നദിയ ദമ്പതികളുടെ ഒരു മകൻ മരണപ്പെടുന്നത്. അത് ഷഹസാദി മൂലമാണ് ഉണ്ടായതെന്ന് കുടുംബം ആരോപിച്ചതോടുകൂടി ഷഹസാദിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ശേഷം 2023 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. അങ്ങനെ അവസാന വേളയിൽ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴും ഷഹസാദിക്ക് യാതൊരുവിധ പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല. തൻ്റെ ഈ വിഷമം ഷഹസാദിയുടെ ഉപ്പയായ ഷബ്ബീർ ഖാൻ മാധ്യമങ്ങളോട് വളരെ വലിയ വിഷമത്തോടു കൂടി തന്നെ പങ്കുവച്ചു. അതിനുശേഷമാണ് ഷഹസാദിയുടെ കേസ് പുനർപരിശോധന നടത്തണമെന്നുള്ള ഹർജി അബുദാബി ജയിലിലെത്തിയത്. ഇതുപോലെ ഒട്ടേറെ വേദനകൾ അനുഭവിച്ച ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ അബ്ദുറഹീം. കഴിഞ്ഞ റമദാൻ മാസത്തോടു കൂടിയാണ് അബ്ദുറഹീമിന് സംഭവിച്ച പ്രയാസത്തെക്കുറിച്ച് അബ്ദുറഹീമിൻ്റെ ഉമ്മയായ ഫാത്തുമ്മ ഉമ്മ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതിനു മുമ്പും ഉമ്മ പലതരത്തിൽ ഈ വാർത്ത സമൂഹത്തിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വലിയ ജനശ്രദ്ധ നേടിയില്ല. അങ്ങനെയിരിക്കെ അബ്ദുറഹീമിൻ്റെ വധശിക്ഷ തീയതി അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ജനസമൂഹം ഒന്നിച്ച് അബ്ദുറഹീമിനെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചത്. അതിനുവേണ്ടി തിണ്ടിയായ ബോച്ചയും വലിയ സംഭാവന തന്നെയാണ് നൽകിയത്. പക്ഷേ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അബ്ദുറഹീമിൻ്റെ ദിയാപ്പണം 34 കോടി രൂപ സൗദി കുടുംബം കൈപ്പറ്റിയതിനു ശേഷവും അബ്ദുറഹീം ഇതുവരെ തന്നെ നാട്ടിലെത്തിയില്ല. അബ്ദുറഹീമിൻ്റെ ദിയാപ്പണം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ചതും അതിലേക്ക് സംഭാവന നൽകിയവർക്കെല്ലാം അബ്ദുറഹീം നാട്ടിലേക്ക് എത്താത്തതിൻ്റെ പേരിൽ വലിയ ആശങ്ക തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് അബ്ദുറഹീം നാട്ടിലെത്താത്തത് എന്നുള്ള വ്യക്തമായ കാരണം പോലും മനസ്സിലാക്കാൻ പറ്റാത്തത് തീർച്ചയായും അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിയതിന് ശേഷം അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് 7ഓളം സിറ്റിങ്ങുകളാണ് സൗദി കോടതിയിൽ നടന്നത്. പക്ഷേ ഇതെല്ലാം കാരണമെന്തെന്ന് പോലും അറിയാതെ മാറ്റിവെക്കുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ സിറ്റിങ്ങിൽ അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞത് അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള വിധി പറയണമെന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം വീണ്ടും 6 സിറ്റിങ്ങുകളോളം നടന്നിട്ടും അബ്ദുറഹീം യാതൊരു കാരണവുമില്ലാതെയാണോ സൗദി ജയിലിൽ ഇനിയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഇതിൻ്റെ വ്യക്തമായ കാരണം എന്താണെന്ന് പോലും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുവാൻ ആരും തന്നെ തയ്യാറാകാത്തതും എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അബ്ദുറഹീമിനും ഷഹസാദിക്കും എത്രയും പെട്ടെന്ന് തന്നെ മോചനം ലഭിക്കട്ടെ. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണ് വിദേശത്ത് ഇവർ 2 പേരും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഇവർ 2 പേരുടെയും കുടുംബവും വലിയ ദുഃഖം തന്നെയാണ് സഹിക്കുന്നത്. അബ്ദുറഹീമിന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുവാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. ഷഹസാദിയുടെ നിരപരാധിത്വം തെളിയുകയും ചെയ്യട്ടെ.